മുൻപെട്ടിറങ്ങുമ്പോൾ ആശമാർക്ക് തിരിച്ചു നല്ല 8ന്റെ പണി കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് പിണറായി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ 70 ദിവസമായി സമരമല്ല പടപ്പുറപ്പാട് നടത്തുകയാണ് ആശമാർ. പലതരത്തിലും ആശമാരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും സമരം അവസാനിപ്പിച്ച് വീടുകളിൽ തിരിച്ചയക്കാൻ ശ്രമിക്കുകയും സർക്കാർ ചെയ്തു. എന്നാൽ സർക്കാരിനെ താഴെയിറക്കിയാൽ മാത്രമേ വീട്ടിൽ പോകൂ എന്നുള്ള രഹസ്യ അജണ്ടയോടെയാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത്. സമരത്തിന്റെ പല മുഖങ്ങളും ഇതിനോടകം സെക്രട്ടേറിയറ്റ് പരിസരം കണ്ടുകഴിഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കാൻ വന്നവർ പിന്നീട് നിരാഹാര സമരത്തിലേക്കും തല മൊട്ടയടിക്കുന്നതിലേക്കും കടക്കുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൻ ജനസാഗരം സൃഷ്ടിച്ചുകൊണ്ട് പൗരസാഗരം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആശമാരുടെ പല ആവശ്യങ്ങളും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാനും അനുവദിക്കാനും കഴിയുന്ന സാഹചര്യങ്ങളായിരുന്നില്ല എങ്കിൽ പോലും അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ സർക്കാർ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന ഏറ്റവും അനുഭാവപൂർവമായ സമീപനത്തിലൂടെ ചെയ്തു. തുടക്കം മുതൽ തന്നെ പിണറായി പറഞ്ഞിരുന്നു 98% ആശാ തൊഴിലാളികളും സേവന സന്നദ്ധരായി തൊഴിൽ രംഗത്ത് തന്നെ ഉണ്ട് എന്നും സമരം ചെയ്യുന്നത് വളരെ കുറച്ച് ആശമാരാണെന്നും ആശമാർ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗത്തിനെ കൂട്ടുപിടിച്ചിട്ട് BJPയുടെയും കോൺഗ്രസിന്റെയും പിണറായി സർക്കാരിനെതിരെയുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ സമരം എന്നുമൊക്കെ. ഇതൊക്കെ പൊതുജനം ഇതിനോടകം മനസ്സിലാക്കി കഴിയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ ആഘോഷ പരിപാടികളെ അലങ്കോലപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ സർക്കാർ ആശമാരെ തന്നെ ചേർത്ത് പിടിക്കുകയാണ്. സമരത്തിലിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അല്ല, മറിച്ച് കോവിഡ് കാലം മുതൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങനെ കാത്തു സംരക്ഷിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള സേവന സന്നദ്ധരായിട്ടുള്ള ആശാ തൊഴിലാളികളെ. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആശാ തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങ് നടത്താനാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. അതിന് സമ്മതിക്കില്ല എന്നൊരു വിഭാഗം ആശമാർ സമരം ചെയ്യുന്നവർ തന്നെ പറയുമ്പോഴും വലിയൊരു വിഭാഗം ഈ സമര കോലാഹലങ്ങളുടെ ചതിയിൽ വീണു പോകാതെ സർക്കാരിനെയും നാടിനെയും സംരക്ഷിച്ചു നിലകൊള്ളുമ്പോൾ അവരെ ആദരിക്കേണ്ടതു തന്നെയാണ്. ഈ കാര്യം നിസ്സംശയം പറയാം. ഒരു തരത്തിൽ ഈ ആദരിക്കപ്പെടുന്ന ആശമാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൂട്ടിക്കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ സമരമിരിക്കുന്ന ആശമാർക്ക് ജോലി മതിയാക്കി ചിലപ്പോൾ വീട്ടിലിരിക്കേണ്ടിയും വരുമെന്ന കാര്യം ഉറപ്പിക്കാം.